അതിഥി തൊഴിലാളികൾ തമിഴ്നാട് വിടുന്നത് ഹോളി ആഘോഷങ്ങൾക്കായെന്ന് തമിഴ്നാട് സർക്കാർ. അതിഥി തൊഴിലാളികളെ ആക്രമിക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിക്കുന്നതുകൊണ്ടല്ലെന്നും തിരുപ്പൂർ ജില്ലാ കലക്ടർ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ബീഹാറുകാരായ തൊഴിലാളികൾ അക്രമത്തിന് ഇരയാകുന്നുവെന്ന വ്യാജ വാർത്തയെ തുടർന്ന് അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ തമിഴ്നാട് വിട്ടുപോയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി തമിഴ്നാട് ഭരണകൂടം രംഗത്തെത്തിയത്. ഹിന്ദി സംസാരിച്ചതിന് 10 ഉത്തരേന്ത്യക്കാരെ തമിഴ്നാട്ടിൽ തൂക്കിക്കൊന്നുവെന്നായിരുന്നു ഉത്തർപ്രദേശ് BJP വക്താവ് പ്രശാന്ത് ഉമ്രാവു ട്വീറ്റ് ചെയ്തത്. ഇതര സംസ്ഥാന തൊഴിലാളികളും കോയമ്പത്തൂരിലെ തമിഴ് തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷ ദൃശ്യങ്ങളാണ് ബീഹാർ സ്വദേശികൾക്ക് എതിരായി നടന്ന ആക്രമണം എന്ന പേരിൽ പ്രചരിപ്പിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പിറന്നാളിന് തേജസ്വി യാദവിന് ഒപ്പമുള്ള ചിത്രം കൂടി ചേർത്തായിരുന്നു വിദ്വേഷ പ്രചാരണം ശക്തമായതോടെ പരിഭ്രാന്തരായ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങുകയായിരുന്നു. വിദ്വേഷം പ്രചരിപ്പിച്ചെന്നാരോപിച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലയ്ക്കെതിരെയും ഉത്തർപ്രദേശിലെ BJP നേതാവിനെതിരെയും തമിഴ്നാട് പോലീസ് കേസെടുത്തു. വടക്കേ ഇന്ത്യക്കാർക്കെതിരെ DMK നേതാക്കൾ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് അണ്ണാമലയ്ക്കെതിരെ കേസെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തമിഴ്നാട്ടിൽ സുരക്ഷിതരാണെന്നും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി സംസാരിച്ചെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. ബീഹാറിൽ നിന്നും വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4 അംഗ സംഘത്തെ ബീഹാർ സർക്കാർ തമിഴ്നാട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക തൊഴിലാളികളും അതിഥി തൊഴിലാളികളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും അതിഥി തൊഴിലാളികളുമായി ചർച്ച നടത്തിയെന്നും തിരുപ്പൂർ കളക്ടർ S. വിനീത് അറിയിച്ചു. തമിഴ്നാട് സർക്കാരും ബീഹാർ സർക്കാരും അടിയന്തരമായി ഇടപെടുന്നുണ്ടെന്നും കളക്ടർ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.